നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ദേവേന്ദ്ര ഫട്നാവിസിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് സാക്ഷാൽ ഏകനാഥ് ഷിൻഡെയുടെ ഗ്യാങ് തന്നെയാണ്. ഷിൻഡെ ഗ്യാങ്ങിനെ തണുപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും ഫട്നാവിസിനെന്നല്ല കേന്ദ്രത്തിലുള്ളവർക്കും കഴിയില്ല. വാസ്തവത്തിൽ ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം മുംബൈയിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ NDAയുടെ ഒരു ശക്തി പ്രകടനമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കാൻ ശ്രമിച്ചത്. അതായത് ഏക് ഹേ തോ സേഫ് ഹേ, ഇതായിരുന്നല്ലോ പ്രധാനപ്പെട്ട സംഘികളുടെ മുദ്രാവാക്യം. അതായത് സംഘപരിവാർ ആശയങ്ങൾ അതുപോലെ തന്നെ പിന്തുടരുന്നവരെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരിക, അതിനുവേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമായിരുന്നു അവതരിപ്പിച്ചത്. കൃത്യമായി പറയട്ടെ, അംബേദ്കറുടെ ഐഡിയോളജി കാത്തു സൂക്ഷിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമല്ല, വലിയ തോതിൽ വർഗീയവാദം വമിപ്പിക്കുന്ന വാക്കുകളാണ് ഫട്നാവിസിൻ്റെ വായിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ളത്. നാഗ്പൂർ കോർപ്പറേഷൻ മേയറായാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതെങ്കിൽ അദ്ദേഹത്തിന് ഗോഡ് ഫാദറായി BJPക്കുള്ളിൽ പല നേതാക്കളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രാദേശിക നേതാവായ ഫട്നാവിസ് സംസ്ഥാനം ഒട്ടുക്കം അറിയപ്പെടുന്ന ഒരു നേതാവായി അവരെല്ലാം കൂടി വളർത്തിയെടുത്തു. അത് ഫട്നാവിസിൻ്റെ കഴിവല്ല. വാസ്തവത്തിൽ പങ്കജ മുണ്ടയും പൂനം മഹാജനും ഒക്കെ ആ സംസ്ഥാനത്തുടനീളം അറിയപ്പെടുന്ന വനിതാ നേതാക്കളായി നിൽക്കുമ്പോൾ തന്നെ ബ്രാഹ്മണൻ എന്ന വലിയ രീതിയിലുള്ള ഒരു കാസ്റ്റ് സംവിധാനമാണ് ഫട്നാവിസിന് മേൽക്കൊയ്മയായി ചാർത്തിയെടുത്തത്. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റും അതിനകത്ത് വരുന്ന ടോപ്പ് ബ്യൂറോക്രാറ്റുകളുടെയും സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല കമ്മിറ്റികളിലും ദളിതരെ അപ്പോയിൻ്റ് ചെയ്യാൻ BJPക്ക് വലിയ മടിയാണ്. അതിന് കൃത്യമായ കണക്കുകൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഫട്നാവിസിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കുമ്പോൾ ഷിൻഡെ വിഭാഗത്തിലുള്ള MLAമാരും കേന്ദ്രത്തിലുള്ള MP മാരിൽ പലരും ഷിൻഡെയുമായി ഉടക്കിലേക്കാണ്. ഇത് ഫട്നാവിസിൻ്റെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല താൽക്കാലികമായി. കാരണം വലിയ രീതിയിലുള്ള അട്ടിമറി ആരോപണം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടെ മൃഗീയ ഭൂരിപക്ഷമാണ് ഫട്നാവിസിന് ലഭ്യമായത്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം എന്നത് ഫട്നാവിസിന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള രാജ്യസമ്മർദ്ദം വലിയ തോതിൽ തന്നെ BJPക്കുള്ളിൽ തന്നെ ഉടലെടുത്തതാണ്. എന്നാൽ കേന്ദ്രം ഇടപെട്ടാണ് അതിനെ തണുപ്പിച്ചത്. ക്യാബിനറ്റ് എക്സ്പാൻഷൻ നടക്കുമ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ പേരിന് വേണ്ടി മാത്രമാണ് ഫട്നാവിസും ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തത്. അവർ 3 പേരും മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. മന്ത്രിസഭ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത്. അവിടെയും BJP MLAമാരെക്കാൾ ഷിൻഡെ MLAമാർ ചില കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന അവസ്ഥയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ കിട്ടാത്ത വലിയ വിഷണ്ണതയിലാണ് ഷിൻഡെ വിഭാഗം നേതാക്കൾ. അവർ പറയുന്നത് തങ്ങളെടുത്ത വലിയ തോതിലുള്ള ഒരു ചതിയുടെ ഭാഗമായാണ് BJPക്ക് ഇത്തവണ അധികാരം തന്നെ കിട്ടിയത്. അത് ശരിയാണ്. ഉദ്ധവ് താക്കറെയെ പിന്നിൽ നിന്ന് കുത്തി ഏകനാഥ് ഷിൻഡെ ആ നെറികെട്ട രാഷ്ട്രീയ കളി കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ശിവസേനയെ പിളർത്തിയെടുക്കാൻ BJPക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെ വീണ്ടും അതിൻ്റെ എല്ലാ ഗുണവും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല, തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇനിയും വേണം, ഷിൻഡെ വിഭാഗത്തിനുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും BJPയോട് അവകാശപ്പെടുന്നത്. ഈ നെറുകേടിന് കൂട്ടുനിന്ന അജിത് പവാറിന് കിട്ടിയ നേട്ടം പോലും ഷിൻഡെക്ക് കിട്ടിയില്ലല്ലോ എന്ന് മാധ്യമ നിരീക്ഷകർ ചോദിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഷിൻഡെക്ക് ഹാലിളകുന്നത്.